വയനാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. വയനാട് ചുണ്ടേലിൽ ഓട്ടോറിക്ഷ ഡ്രൈവറെ ജീപ്പ് ഇടിച്ച് കൊലപ്പെടുത്തിയതിൽ പ്രതികളുടെ തെളിവെടുപ്പൊക്കെ നടന്നിരുന്നു. ഈ കേസിൽ പ്രതികളുടെ പിതാവിന്റെ പങ്കും അന്വേഷിക്കണമെന്നൊരു ആവശ്യം ഉയർന്നിട്ടുണ്ട്. മരിച്ച നവാസിന്റെ കുടുംബമാണ് ഈ ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. വാഹനം ഇടിപ്പിച്ച് കൊലപ്പെടുത്താനുള്ള ഗൂഢാലോചനയിൽ കൂടുതൽ പേർ പങ്കെടുത്തിട്ടുണ്ടെന്നും കുടുംബം ആരോപിക്കുന്നു. പ്രതികളായ സുമിൽ ഷാദ്, അജിൻ ഷാദ് എന്നിവരെ സ്ഥലത്തെത്തിച്ച് പോലീസ് ഇന്ന് തെളിവെടുത്തു. കഴിഞ്ഞ ദിവസമാണ് അന്വേഷണ സംഘം പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങിയത്. രാവിലെ 11 മണിയോടെ പ്രതികളെ അപകടം നടന്ന സ്ഥലത്തെത്തിച്ചു. ജനരോഷം ഭയന്ന പോലീസ് സുരക്ഷയിലായിരുന്നു തെളിവെടുപ്പ്. നിരവധി ആളുകളും പ്രതികളെ കാണാനായി തടിച്ചുകൂടിയിരുന്നു. തെളിവെടുപ്പ് പ്രഹസനമാണെന്ന് നാട്ടുകാരും ബന്ധുക്കളും ആരോപിച്ചു. രണ്ടാം പ്രതി അജിൻ ഷാദ് നവാസിന്റെ ഓട്ടോറിക്ഷ കടന്നു പോകുന്നത് ഫോണിലൂടെ നിർദ്ദേശം നൽകാനായി കാത്തുനിന്ന ചുണ്ടേൽ ടൗണിലും തെളിവെടുപ്പ് നടന്നു. കൊലപാതകത്തിലെ ഗൂഢാലോചനയിൽ പങ്കാളിയായ പ്രതികളുടെ പിതാവിന്റെ പങ്ക് അന്വേഷിക്കണമെന്ന് നവാസിന്റെ ബന്ധുക്കൾ ആവശ്യപ്പെട്ടു. ഇതില് സുൽഫിക്കർ അവർ ഇൻവോൾവ് ആണ്. അവനെ അറസ്റ്റ് ചെയ്താൽ ഈ കേസ് മുന്നോട്ട് പോവില്ല. അത് തീർച്ചയാണ്. സുൽഫിക്കറിന്റെ പുറകിൽ ആരൊക്കെ ഉണ്ടോ അവരെല്ലാവരും ഇതിന് ഉള്ളിൽ കൊണ്ടുവരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഡിസംബർ 2-നായിരുന്നു ഓട്ടോറിക്ഷയും ഥാർ ജീപ്പും കൂട്ടിയിടിച്ച് നവാസ് കൊല്ലപ്പെട്ടത്. പിന്നീടുള്ള അന്വേഷണത്തിലാണ് പ്രതികൾ വ്യക്തിവൈരാഗ്യം കൊണ്ട് ആസൂത്രിതമായി കൊലപാതകം നടത്തിയതാണെന്ന് വ്യക്തമായത്. വൈത്തിരി SHO M വിശ്വംഭരനാണ് അന്വേഷണ ചുമതല. റിപ്പോർട്ടർ, വയനാട്.